ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഇന്ന് വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്ലാൻ വന്നത് കേട്ടോ. അപ്പോൾ മോർണിംഗിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും കുളിച്ച് ഫ്രഷായി ഇറങ്ങുകയാണ്. പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ചെടി ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോമ്പിൻ്റെ മുന്നേ ഈ ഏറ്റവും അറ്റത്തുള്ള ഈ ചെടീൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, റെഡ് പോട്ടിലുള്ള ഇത് നോമ്പിൻ്റെ മുന്നേ നമ്മൾ ഒന്നായിട്ട് മുട്ട അടിച്ചിട്ടുണ്ടായിരുന്ന ചെടിയാണ്. അപ്പോൾ അത് നല്ലോണം വെള്ളമൊക്കെ കിട്ടിയപ്പോൾ നല്ല ഉഷാറായി ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ പോവാണ്. അപ്പോൾ രാവിലെ നമ്മളെ വീട്ടിൽ ക്ലീനിങ്ങും പരിപാടികളൊന്നും ചെയ്യാറില്ല കേട്ടോ. ബേസിക് കുക്കിങ്ങും കാര്യങ്ങളും ചെയ്ത് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് പോരുകയാണ് ചെയ്യൽ. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് തിരിച്ച് ചെന്നിട്ട് മൊത്തത്തിലൊന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഈവനിങ്ങിലാണ് മെയിനായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതേ പോവാണ്, ഞാൻ പോവാണ്. എനിക്ക് അധികം ദിവസങ്ങളിലും വിൻഡോ സീറ്റ് കിട്ടലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻജോയ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പോകാനൊരു മടിയൊക്കെ തോന്നില്ലേ, അന്നേരം ഈ ഒരു പോകുന്ന സമയം ഞാൻ ഓർക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ വരും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ബസ്സിൻ്റെ ആ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമാണ്, ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓഫീസിൽ എത്തിയപ്പോൾ ഞാൻ ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിയപ്പോൾ ഒരു 5-10 മിനിറ്റ് മുന്നേ ഞാൻ അവിടെ എത്താറുണ്ട്. 9 മണിക്കാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ എൻ്റെ ബോട്ടിലിൻ്റെ മേലെ നിന്ന് കുറച്ച് വെള്ളം നമ്മുടെ ടാബിൻ്റെ മേലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബോട്ടിലിൻ്റെ ആ ഒരു അടുപ്പ് ഞാൻ ടൈറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. ടിഷ്യൂ ഒന്നും കൊണ്ടുപോകലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡയറിയിൽ നിന്ന് ഒരു പേപ്പർ വരച്ചിട്ട് അത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് പണിയെടുക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് നീറ്റാക്കാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എനിക്കങ്ങനെയാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം കുറച്ച് വൃത്തി ഉണ്ടെങ്കിലാണ് എനിക്കൊരു സമാധാനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ വള്ളിയും വയറൊക്കെ ഒന്ന് അധികം കാണാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ? അപ്പോൾ ഞാൻ ഒരുവിധം സെറ്റാക്കി. വാട്ടർ ബോട്ടിൽ ഞാൻ അവിടെ തന്നെയാണ് വെക്കുന്നത്. ഇതിലുള്ള വെള്ളം മാക്സിമം ഞാൻ കുടിക്കും. ഇപ്പം മഴ ആയതിൻ്റെ ശേഷം വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. പിന്നെ എല്ലാവരും പപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡും പരിപാടികളും അങ്ങനെ വൈകുന്നേരം വരെ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈവനിങ് ആവും പോലെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് പോവാണ്. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ കിച്ചണിൽ പാത്രമൊക്കെ മൊത്തം കഴുകി കിച്ചൺ മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴുകിയത് എടുത്ത് വെക്കാനും പരിപാടികളൊക്കെയാണ് ഉള്ളത്. ബാക്കി വീട് മൊത്തത്തിൽ മെസ്സാണ്. അപ്പോൾ പിക്കപ്പ് നല്ലോണം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി പോവാണ്. വന്ന പാടെ തന്നെ കുളിച്ച് ഫ്രഷായി പ്രയറും പരിപാടികളൊക്കെ കഴിഞ്ഞു. നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ബാഗാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റി എടുത്ത് വെച്ചു. ഇത് വലിയൊരു പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ തന്നെ ചെയ്താൽ അതങ്ങ് കഴിഞ്ഞല്ലോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകാനുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തത്. അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് വീട് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ, ഞാൻ 7:30ക്കാണ് എത്തുന്നത്. ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രഷ് ആവലും പ്രയറും പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഒരു 9 മണിയാകുമ്പോഴേക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് അത് അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ്. കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് ടയർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഫിസു ഈ വീട് മൊത്തം മെസ്സാക്കിയത് ഫിസു ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓനൊരു റൂം വൃത്തികേടാക്കി അവിടെ നിന്ന് കുറേ കളിക്കും. പിന്നെ അവിടെ വൃത്തികേടാക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഓന് കളിക്കുന്ന സ്ഥലം നല്ല വൃത്തി വേണം. അപ്പോൾ ഒരു സ്ഥലം ആകെ മെസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേന്ദ്രത്തിലേക്ക് പോകും. ഇതാണ് പരിപാടി. അങ്ങനെ വന്ന് ആ ഹാളിലെത്തിയതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി റൂമൊക്കെ മെസ്സാക്കിയത്. അപ്പോൾ ഹോൾ ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു. ഈ ടേബിളും കൂടി ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് തുടച്ചാൽ മതി. പിന്നെന്താ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഓരോ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ പണിയുള്ളപ്പോൾ ഓൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഓൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഓനെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കലാണ്. ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കിയ പാടെ 1-2 ദിവസം അത്യാവശ്യം വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി പിക്കപ്പ് ചെയ്യണമെന്നില്ല, ഒരു ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് കാര്യമായിട്ട് പിക്കപ്പ് ചെയ്യാനുണ്ടാവുക. പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുകയാണ്. ഇതൊന്നും ഡെയിലി ബേസിസ് ചെയ്യുന്നൊന്നുമല്ല, ഭയങ്കര വൃത്തികേടാകുമ്പോഴാണ് നമ്മൾ ക്ലീൻ ആക്കൽ.
അല്ലെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ പേപ്പറൊക്കെ പറിച്ച് എന്തോ വെട്ടലും പരിപാടികളും മറ്റേ സഡാക്കോൻ്റെ ഒരു കൊക്കുണ്ടല്ലോ അതിനുണ്ടാക്കലും ഒക്കെ ആയിരുന്നു അവിടെ നിന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടു. അപ്പോൾ ഹോള് സെറ്റായി. ഹോള് വൃത്തിയാകുമ്പം തന്നെ ഒരു സമാധാനമാണ്. കയറി വരുമ്പം തന്നെ കാണുന്ന ഇതല്ലേ. പിന്നെ ഇതാ അടുത്തത് ഈ റൂമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കളി ഫുൾ ടോയ്സും കളി സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ തുണിയൊക്കെ വിരിക്കുന്നതും ഈ റൂമിലാണ്. മഴ ആയതുകൊണ്ട് നമുക്ക് വേറെ എവിടെയും സ്ഥലമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ബെഡ് വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു റൂം ഭയങ്കര മെസ്സായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ബെഡ് അങ്ങോട്ട് വൃത്തിയാക്കി വെക്കുക. പിന്നെ ബാക്കി പരിപാടികൾ ഈ ടോയ്സൊക്കെ ഉണ്ടല്ലോ. ഫിസു കുറേ ഞാൻ ക്ലട്ടർ എന്നാണ് പറയൽ. എൻ്റെ കണ്ണിൽ അതൊക്കെ ക്ലട്ടറാണ്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് കളിക്കുക. അപ്പോൾ അതെല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഓനെ കൊണ്ട് തന്നെ പെറുക്കി വെപ്പിക്കും. ഈ ഒരു അലമാര മൊത്തം ക്ലട്ടറാണ് കേട്ടോ, ഓൻ്റെ സാധനങ്ങളാണ്. ഈ ബിൽഡിംഗ് ബ്ലോക്സൊക്കെ ഒഴിവാക്കാനായതാണ്. പക്ഷേ അത് വെച്ചിട്ടൊക്കെ കളിക്കുക. അതെന്ന് വെച്ചാൽ ലോറിയിലൊക്കെ കൊണ്ടുവരുന്ന ലോഡാണത്. അപ്പോൾ അത് അങ്ങനത്തെ കളികളൊക്കെയാണ്. അങ്ങനെ എന്തായാലും എല്ലാം എടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇവനെ തന്നെ ഏൽപ്പിച്ചു. പിന്നെ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടില്ലേ, അവിടെയൊക്കെ നമ്മൾ തുണി വിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി. പിന്നെ എല്ലാ ദിവസവും നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഡ് ഡെയിലി വൃത്തിയാക്കും. അതുപോലെ ലോണ്ട്രി, അതുപോലെ കിച്ചണും ഇത് നമ്മൾ എല്ലാ ദിവസവും വൃത്തിയാക്കും കേട്ടോ. അതല്ലാതെ മൊത്തത്തിൽ അടുക്കി പെറുക്കി ഒതുക്കി വൃത്തിയാക്കലും ഫ്ലോർ ക്ലീൻ ചെയ്യലും അതൊന്നും ഡെയിലി ബേസിസിൽ നടക്കലില്ല. നമുക്ക് അത്രേ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഒരു മേജോറിറ്റി ടൈം നമ്മൾ ഓഫീസിലും നമ്മളെ യാത്രക്കും അങ്ങനെയൊക്കെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ നിലത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ബെഡും വൃത്തിയാക്കി. ഇനി ആ ഒരു സോഫയിലുള്ള സംഭവങ്ങളൂടെ ഉള്ളൂ. അപ്പോൾ അതോടെ കഴിഞ്ഞു. ഫിസോന് ഇത്രയും ഈ ടോയ്സും അതും ഇതൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഓന് ടോയ്സിനൊക്കെ ഡിമാൻഡാണ് കേട്ടോ. എന്തെങ്കിലും കാണുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ഒന്നും വാങ്ങലില്ല. കിൻഡർ ജോയ് ഒക്കെ കണ്ടാൽ അതിൻ്റെ ഉള്ളിലുള്ള ടോയ് കിട്ടാൻ വേണ്ടിയിട്ട് കിൻഡർ ജോയ് വേണമെന്ന് പറയും. വെറുതെ പൈസ കൊടുത്തിട്ട് ക്ലട്ടർ വാങ്ങിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം നിരുത്സാഹപ്പെടുത്തും. എന്നാലും മാസത്തിൽ ഒരു തവണയൊക്കെ അവന് ഇഷ്ടമുള്ളത് വാങ്ങാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തിട്ട് അങ്ങനെ കിൻഡർ ജോയ് ഒക്കെ വാങ്ങലുണ്ട്. എന്നാലും അപ്പോൾ കിൻഡർ ജോയ് ടോയ്സും കാര്യങ്ങളും അതും ഇതും എല്ലാം കൂടി ഒരു ബോക്സിൽ പെറുക്കിയിട്ടതാണ്. ഈ അലമാര മൊത്തം അവൻ്റെ സാധനങ്ങളാണ്. ഞാൻ ഇനിയും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ക്ലട്ടറൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വൃത്തിയാക്കാൻ വേണ്ടി പോവാണ്. നമ്മളെടുത്ത് കളയാനും സമ്മതിക്കില്ല. എടുത്ത് കളഞ്ഞാൽ പിന്നെ ആകെ കച്ചറയ്ക്കും. അതുകൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ എടുത്ത് മാറ്റി വെക്കലൊന്നുമില്ല കേട്ടോ. ഈ പ്രായത്തിലൊക്കെ അല്ലേ ഇവർക്ക് കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ, പക്ഷേ തിരിച്ചെടുത്ത് വെക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ടോയ്സ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇവർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ, അല്ലാതെ നമുക്കിങ്ങനെ എടുത്ത് കുറേ കാലം മാറ്റി വെച്ച് പിന്നെ എടുത്ത് കളയുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ. അപ്പോൾ മാക്സിമം കളിച്ചോട്ടെ വിചാരിച്ചു. പിന്നെ ഇടയ്ക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനത്തെ കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫിസോന് ഫുഡ് കൊടുത്തു. ഇനി ഇതാ അലമാരയും കൂടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അലമാരകളിലെല്ലാം വാരി വലിച്ച് പുറത്തിട്ടു. അപ്പോൾ ഞാൻ അതുകൂടി മടക്കി വെക്കുകയാണ്. ഞാൻ അധികം ദിവസങ്ങളിൽ ഓഫീസ് ഫോണൊക്കെ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടാണ് വീട്ടിലേക്ക് കയറൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി 10 മണി വരെ എടുക്കാനുള്ള പണി ഉണ്ടാവും. അധികം ദിവസങ്ങളിൽ ഞാൻ ഫോണൊക്കെ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിൻ്റെ കാര്യങ്ങൾ ചെയ്യലുള്ളൂ. മാക്സിമം ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. പിന്നെന്താണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഷോളും കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യൽ പോലുമില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഷോളൊക്കെ അതെല്ലാം മടക്കി വെക്കുകയാണ്. അപ്പോൾ തുണി കുറേ മടക്കാനുണ്ടാകും. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോന്ന് സെക്ഷനാക്കും. ഷോള് മാത്രം, പാൻറ്റ് മാത്രം, ടോപ്പ് മാത്രം അങ്ങനെ ആക്കും. എന്നിട്ട് ഓരോന്ന് മടക്കി വെക്കും. അപ്പോൾ പെട്ടെന്ന് കഴിയും. അങ്ങനെ അലമാരയും ഓൾമോസ്റ്റ് പെട്ടെന്ന് കഴിയും. അത് നമുക്ക് ഈ പണിയെല്ലാം കൂടി 1 മണിക്കൂറേ എടുത്തുള്ളൂ. 1 മണിക്കൂറിൽ കുറവാണ്. 9 മണിയാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പണി ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു ആവേശത്തിൽ ചെയ്തതാണ്. പിന്നെ പുറത്ത് പോകാനുള്ള മൂഡ് പോയിട്ടോ. അത്രയും പണിയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ടയേർഡായി. പിന്നെ ഫിസോന് ഉറക്കം വന്നു. അങ്ങനെ ഓനെ കിടത്തി ഉറക്കി. ഇനിയിപ്പോൾ നമ്മളും കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുറത്ത് പോകാനും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിനി അടുത്ത ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.